ഏകദേശം 2 പതിറ്റാണ്ടോളമായി ഹമാസിൻ്റെ സൈനിക നടപടികളുടെ മുഖംമൂടി ധരിച്ച രൂപം ഇതാണ് അബു ഒബൈദയെ വിശേഷിപ്പിക്കുന്നത്. ഇയാളെയാണ് ഇപ്പോൾ ഗസയിൽ വെച്ച് ഇസ്രായേൽ സേന കൊലപ്പെടുത്തി എന്നുള്ള വിവരം വന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ പറഞ്ഞ പോലെ ചുവന്ന കഫിയ, പിന്നെ പട്ടാള വേഷം, അത് ധരിച്ച് ഇയാൾ 2007 മുതൽ കാണുന്നുള്ളൂ. ശരിക്കും ഹമാസിൻ്റെ ആഗോള പ്രചരണ വിഭാഗത്തിൻ്റെ മേധാവിയാണ് എന്ന് പറയാം. വക്താവുമായിരുന്നു 2007 മുതൽ. മുഖം കാണുന്നില്ലായിരുന്നു. ഇയാളുടെ മുഖമാണ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചപ്പോഴും ഹമാസ് അത് തള്ളിക്കളയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ഈ പട്ടാള വിഭാഗം എന്ന് പറഞ്ഞാൽ എസദ്ദീൻ അൽ കാസിം ബ്രിഗേഡ്സ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അബു ഒബൈദ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇയാളുടെ ശരിയായ പേര് ഹുദൈഫിൻ സമീർ അബ്ദുള്ള അൽ കാഹ്ലൂത്ത് എന്നാണ് ഇയാളുടെ ശരിയായ പേര് ഇങ്ങനെയാണ് എന്ന് അമേരിക്കയൊക്കെ പറയുമ്പോഴും അങ്ങനെ അല്ല എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു ഹമാസ്. ഇതാണ് വാസ്തവം. അപ്പോൾ ഗാസ നഗരത്തിൽ ആണ് ഇയാളെ കൊന്നിരിക്കുന്നത്. ഗാസ നഗരത്തിൽ ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു ഫ്ലാറ്റിൽ ഇയാളും വേറെ ചില ആളുകളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ്, പട്ടാളവും ഷിൻബത്ത് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ചാര ഏജൻസിയും അത് ഇയാൾ ഇന്നടുത്തുണ്ട് എന്ന് നിരീക്ഷിച്ച് കണ്ടെത്തിയിട്ടാണ് കൊന്നിരിക്കുന്നത്. പക്ഷേ ആക്രമിക്കുമ്പോൾ അവിടുത്തെ സിവിലിയൻസ്, സാധാരണ പൗരന്മാർക്കൊന്നും, ജനവാസ കേന്ദ്രമാണല്ലോ, കുഴപ്പമുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് കൃത്യതയുള്ള ബോംബ് വെച്ചിട്ടാണ് തട്ടിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രിസൈസ് ബോംബിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഗൈഡഡ് ബോംബുകളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, മിസൈലോ ഒക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കാം. വ്യോമ നിരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇയാൾ അവിടെ ഉണ്ടെന്നറിയാൻ ചാരപ്രവർത്തകർ, അതാണ് ഷിൻബത്തിനും കൂടി നന്ദി പറഞ്ഞിട്ടുണ്ട്, നെതന്യാഹുവും കൂട്ടരുമൊക്കെ. അപ്പോൾ വെള്ളിയാഴ്ച ഒബൈദ ഏറ്റവും അവസാനം ഈ മാധ്യമ സമ്മേളനമൊക്കെ നടത്തിയത് വെള്ളിയാഴ്ചയാണ് ഇസ്രയേലിനെതിരെ. വെള്ളിയാഴ്ച അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും സാധാരണഗതിയിൽ പറയുന്ന പോലത്തെ വൃത്തികേട് തന്നെയാണ് പറഞ്ഞത്. വെള്ളിയാഴ്ച ബന്ദികളുണ്ടല്ലോ കുറച്ച് പേര്, 10-20 രൂപ കാണും, ബാക്കിയൊക്കെ ജഡമായിരിക്കും. ബന്ദികളെ ഇനി പോരാളികൾക്കൊപ്പം, അതായത് ഹമാസിൻ്റെ പോരാളികൾക്കൊപ്പം യുദ്ധമേഖലയിൽ ഇനി കൊണ്ടുവരും. പോരാളികളുടെ കൂടെ ആയിരിക്കും ബന്ദികൾ, ഇസ്രയേൽക്കാരായ ബന്ദികളെ ഹമാസിൻ്റെ പോരാളികൾക്കൊപ്പം സംഘർഷ മേഖലകളിൽ ഇനി കൊണ്ടു നടക്കും. അപകടാവസ്ഥയിൽ തന്നെയായിരിക്കും അവരും ഇത് അനുഭവിക്കട്ടെ, ഇസ്രയേലും ഇത് കാണട്ടെ. ഞങ്ങൾ അനുഭവിക്കുന്ന റിസ്ക് ഉണ്ടല്ലോ, അതും ഈ ബന്ദികൾ അനുഭവിക്കട്ടെ, സംഘർഷ മേഖലയിൽ അവർ നിൽക്കട്ടെ, കഴിയുന്നത്ര അവരുടെ ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങൾ നോക്കും. ഇങ്ങനൊരു ഭീഷണി ആയിരുന്നു അവസാനത്തെ അയാളുടെ പ്രസ് ബ്രീഫിംഗ് എന്ന് പറയുന്നത്. അപ്പോഴും ഈ ജിഹാദി വർത്തമാനം പറഞ്ഞിട്ടാണ് പുള്ളി ഈ ഹൂറിവാദം പൂകിയിരിക്കുന്നത്. ഇപ്പോൾ 2007 മുതൽ ഹമാസിൻ്റെ ശബ്ദം ഇയാളായിരുന്നു. പ്രചാരണ കേന്ദ്രവും ഇയാളെ ചുറ്റിപ്പറ്റിയായിരുന്നു. എപ്പോഴും ഭീഷണി മുഴക്കുമായിരുന്നു ഇസ്രയേലിന്, അമേരിക്കയ്ക്കും ഒക്കെ. സംഘർഷത്തിൽ പിന്തുണയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനമൊക്കെ തീക്ഷ്ണമായ പല മല്ലാക്കന്മാരും ഒക്കെ പറയുന്നതിൻ്റെ അപ്പുറം കടത്തി ആണ് ഇയാൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഹമാസിൻ്റെ സായുധ സേന എസദ്ദീൻ അൽ ഖാസം ബ്രിഗേഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേധാവിയും ആണ് ഇയാൾ, അബു ഉബൈദ. അപ്പോൾ ഈ ഹുദൈഫ സമീർ അബ്ദുള്ള അൽ കഹ്ലൂത്ത് എന്ന ശരിപ്പേരുള്ള ഇയാൾ ഗാസയിൽ തന്നെ ആണ് ജനിച്ചത്. 1985 ആണ് ജനിച്ചത്. അപ്പോൾ 2002 ആണ് ആദ്യം ഇയാൾ ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. 2002 2005 ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങിയല്ലോ. 2005 പിൻവാങ്ങിയപ്പോൾ ഔദ്യോഗിക വക്താവായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി.
2007 മുതൽ ഇയാളെ മുഖം മൂടി ധരിച്ചു. മുഖം മൂടി ധരിച്ചിട്ടാണ് കാണുന്നത്. ചിത്രങ്ങളിൽ മിക്കവാറും ഒക്കെ കാണുന്ന മുഖം മൂടി ധരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ മയ്യത്തായി കഴിഞ്ഞപ്പോൾ അല്ലാത്തൊരു ചിത്രം കൂടി കാണുന്നുണ്ട്. എപ്പോഴും പട്ടാള വേഷത്തിൽ ചുവന്ന കഫിയ ധരിച്ചിട്ടാണ് ഇയാൾ ഉണ്ടാവുക. 2024 കഴിഞ്ഞ കൊല്ലം അൽ കാസിമിൻ്റെ മാധ്യമ പ്രചാരണ കേന്ദ്രം ഇയാൾ തന്നെയാണ് ഈ നടത്തിയിരിക്കുന്നത്. അൽ കാസിം എന്ന് പറഞ്ഞാൽ കാസിം ബ്രിഗേഡ്സിൻ്റെ തീക്ഷ്ണ പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഹമാസിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇയാളെ അമേരിക്ക ഇയാൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞാൽ ഫണ്ട് കൈകാര്യം ചെയ്യുക, ബാങ്കിങ് ഒക്കെ ഉണ്ടല്ലോ രാജ്യാന്തര, ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നത്, ഇങ്ങനത്തെ സംഗതികളൊന്നും നടക്കില്ല. അതിനുള്ള ഉപരോധമാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2024 ഏപ്രിലാണ് അമേരിക്ക ഇയാൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത്, ഒരു ഭീകരൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ബന്ദികളെ കൊല്ലും എന്ന് ഇയാൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. 2024 ഇയാൾക്കെതിരെ അമേരിക്കയുടെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റാണ് ഉപരോധം പ്രഖ്യാപിച്ചത്. അത് സാമ്പത്തിക ഉപരോധമാണ് ഇയാൾക്കെതിരെ. അപ്പോൾ ഇസ്മയിൽ ഹാനിയെ, മുഹമ്മദ് ദൈഫ്, യാഹിയ സിൻവർ തുടങ്ങിയ വലിയ നേതാക്കൾ കൊല്ലപ്പെട്ട ശേഷമുള്ളൊരു വലിയ ഹമാസിൻ്റെ നേതാവാണ് ഇപ്പോൾ ഇല്ലാതാകുന്നത്. ഇയാളെ പലതവണയും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് സിൻവർ ഉണ്ടല്ലോ, യാഹിയ സിൻവറിൻ്റെ ഇളയ അനുജൻ, അയാൾ മെയിൽ കൊല്ലപ്പെട്ടത് ഇതിൻ്റെ കൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മെയ് 13 അയാൾ കൊല്ലപ്പെട്ടത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുഹമ്മദ് സിൻവറിനെ പറ്റി. ശനിയാഴ്ച രാത്രി ആണ് ഇപ്പോൾ മുഹമ്മദ് സിൻവർ നേരത്തെ കൊല്ലപ്പെട്ട കാര്യം ഇസ്രയേൽ സ്ഥിരീകരിച്ചത്. 1.5 മാസം മുമ്പ് ഇത് IDF പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ കാസിം ബ്രിഗേഡും സ്ഥിരീകരിക്കുന്നുണ്ട്. ഹമാസ് രക്തസാക്ഷികളുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. അതിൽ മുഹമ്മദ് സിൻവറിൻ്റെ പടവും ഉണ്ട്. അയാൾ പട്ടാള മേധാവിയായിരുന്നു ഹമാസിൻ്റെ. ഖാൻ യൂനിസിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിൻ്റെ അടിയിലായിരുന്നു കമാൻഡ് സെൻറ്റർ. അത് ബോംബ് ചെയ്തിട്ടാണ് ഇയാളെ കൊന്നത്. യാഹിയ സിൻവറിൻ്റെ അനുജൻ ആണ് ഇയാൾ. ഇത് കഴിഞ്ഞ് ഇയാളുടെയൊക്കെ ഭാര്യയൊക്കെ ജോർദാനിൽ പോയ കാര്യമൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു നേരത്തെ. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ ഗസയിൽ ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം തുടരുന്നതോടുകൂടി ഹമാസിൻ്റെ നേതൃനിര ഏതാണ്ട് തീർന്നു. പക്ഷേ ഇനി ഈ 2ാം നിര 3ാം നിര എന്നൊക്കെ പറയുന്ന അവരുടെ കുറ്റിയേറ്റ് പോയി കഴിഞ്ഞാൽ ഇസ്രയേൽ വിചാരിക്കുന്നിടത്ത് ഗാസയെ കൊണ്ട് നിർത്താൻ പറ്റുമോ? അതെ, അതായത് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഈ ഗാസ നഗരം പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് പാലസ്തീൻകാർ കിഴക്കൻ ഭാഗത്തേക്കും ഒക്കെ പോകണം എന്നൊക്കെ പറയുന്നത്. നിർബന്ധപൂർവ്വം അല്ലേ? നിർബന്ധപൂർവ്വം പറയുന്നുണ്ട്. കുറേ പേര് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. കുറേ പേര് വടക്കേ അറ്റത്തേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ നഗരം പിടിച്ചടക്കിയിട്ട് ഇനി, കാരണം വെടിനിർത്തൽ ഇപ്പോൾ ഈജിപ്തും ഖത്തറും എല്ലാം കൂടി ഒരു വെടിനിർത്തൽ, ഞങ്ങൾക്ക് പല കാര്യങ്ങൾ സമ്മതമാണെന്ന് നേരത്തെ ഹമാസ് നേരത്തെ സമ്മതം പറയാതിരുന്ന കുറെ കാര്യങ്ങൾക്ക് അവർ വഴങ്ങിയിരുന്നു. ഞങ്ങളിങ്ങനെ 60 ദിവസത്തെ വെടിനിർത്തൽ, അങ്ങനെ ഒരു പദ്ധതിയുമായിട്ടാണ് ഈജിപ്തൊക്കെ അടുത്ത കാലത്ത് വന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ, അതിൻ്റെ ഇടയ്ക്ക് ബന്ദികളിൽ പകുതി പേരെ വിടാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് നെതന്യാഹുവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരം വെടിനിർത്തൽ പരിപാടികളിലൊക്കെ നമുക്ക് താല്പര്യമില്ല, എല്ലാവരെയും ഒന്നിച്ച് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം എന്ന മട്ടിലാണ് ഇസ്രയേലുള്ളത്. അപ്പോൾ സിനിജി പറഞ്ഞ പോലെ ഈ ഗാസ പിടിച്ചടക്കുകയാണെന്നുള്ള ബോധമുള്ളത് കൊണ്ട് ഒരു വെടിനിർത്തൽ വർത്തമാനമായിട്ട് വന്നതാണ് അവർ. അത് ഇസ്രയേൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവസാന ഘട്ട പോരാട്ടമാണെന്ന് പറയാം. കാരണം ഇപ്പം അധികം ഈ അൽ ഷിഫ തുടങ്ങി പല ആശുപത്രികൾ കേന്ദ്രമാക്കിയാണല്ലോ, അഭയാർത്ഥി ക്യാമ്പുകളും ഒക്കെ വച്ചാണ് ഇവർ പയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വിരലിലുണ്ടാവുന്ന ആശുപത്രികളെ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. കാരണം ആശുപത്രിയുടെ അടിയിൽ കമാൻഡ് സെൻറ്റർ ഒക്കെ ആയിട്ട് ആയുധങ്ങളൊക്കെ സൂക്ഷിച്ച് ഇസ്രയേലിനെതിരെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും നടക്കില്ല. അപ്പോൾ
ഏറ്റവും അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഈ മയ്യത്ത്, അതാണ് നമ്മൾ ഈ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഹമാസിന്റെ ദിനങ്ങൾ ഏതാണ്ട് എണ്ണപ്പെട്ട് കഴിഞ്ഞു. എണ്ണപ്പെട്ട് കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇറാന് ഇവരെ ഫണ്ട് ചെയ്യാനും കഴിയില്ലല്ലോ. ഇറാൻ തന്നെ വെള്ളത്തിലായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇറാനാണ് വർഷം 3000 കോടിയോളം രൂപ കൊടുത്തുകൊണ്ടിരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.